നമ്മുടെ ഇടവക പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെരുന്നാളിന് പോയൊരു കഥയാണ് പറയുന്നത്. നമ്മുടെ പള്ളി നല്ല രീതിയിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് അടുത്തുള്ളൊരു കപ്പേളിയിലേക്ക് പ്രദക്ഷിണം പോകുന്നതാണ് കേട്ടോ. മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഏറ്റവും ഭംഗി. പിന്നെ പെരുന്നാളിനിട്ടിരിക്കുന്ന ഈ കടകളൊക്കെയാണ് കേട്ടോ ഒരു കാലത്ത് നമുക്ക് ഏറ്റവും സന്തോഷം തന്നിരുന്നത്. ഇത് 2ാം ദിവസമാണ്. ഇന്നത്തെ പ്രത്യേകത രഥപ്രദക്ഷിണമാണ്. ഓരോ പള്ളികളിലും ഓരോ ആചാരങ്ങളാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മുടെ പുണ്യാളനെ വഹിച്ചുകൊണ്ട് ഈ രഥം ഫ്ലൈ ഓവറിന് മുകളിൽ കൂടെ ഒന്ന് റൗണ്ട് ചെയ്യും. അത് പള്ളിമുറ്റത്ത് തിരിച്ചു വന്ന് ആശീർവാദവും തന്നിട്ടാണ് പെരുന്നാൾ അവസാനിക്കുന്നത്. ഒരു ബാൻഡുമേളവും ഈ ഒരു ചെണ്ടകൊട്ടലൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഒരു രസം. അതില്ലെങ്കിൽ പെരുന്നാളെന്ന് നമുക്ക് തോന്നത്തേയില്ല. ഈ കപ്പലും ബലൂൺ കൊണ്ടുള്ള ജപമാലയൊക്കെ പുതിയ കാഴ്ചകളാണ് കേട്ടോ. പിന്നെ എത്രയൊക്കെ ആഘോഷങ്ങൾ ഇന്നുണ്ടെന്ന് പറഞ്ഞാലും പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ച ആ ഒരു സന്തോഷമൊന്നും ഇന്നത്തെ ഒരു പെരുന്നാളിനും ഒന്നും കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്ത് പള്ളി പെരുന്നാളിന് കേട്ടാൽ കഴുന്നെടുക്കുക, പിന്നെ അടുത്തുള്ള കടകളിലൊക്കെ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങുക, അതൊക്കെ തന്നെയാണ് പെരുന്നാൾ. ഒരു 2-3 വർഷം മുന്നൊക്കെ പെരുന്നാളിന് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ വിദേശത്തായതുകൊണ്ട് പെരുന്നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെടൽ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഉള്ളത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ പോയി നല്ല രീതിയിൽ സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോകണം. ഇപ്പോൾ ഹൈഡ്രജൻ ബലൂൺ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷേ ഇതിങ്ങനെ കുട്ടികളുടെ കയ്യിൽ കാണാൻ നല്ല രസമാണ്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ പൊങ്ങി പോകുന്നതാണ്. പിന്നെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഗാനമേള ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.